കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 5.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 5.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. ഹായ് ഓൾ, ഇഗ്നോ ഫോക്കസ് 5.0യിലേക്ക് സ്വാഗതം. ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസ് ആണ് ഈ ഒരു ഹോൾ സെഷൻ. സോ ഇൻ ദിസ് സെഷൻ വി ആർ ഡിസ്കസിംഗ് MA ഹിസ്റ്ററി ഫസ്റ്റ് ഇയർ പേപ്പർ MHI 101. സോ ഇൻ ദിസ് സെഷൻ ആൻഷ്യന്റ് ആൻഡ് മിഡീവൽ സൊസൈറ്റി എന്ന പെർട്ടിക്കുലർ സബ്ജക്റ്റിന്റെ ഒഫീഷ്യൽ സിലബസിൽ നിന്നും എടുത്തിട്ടുള്ള കോർ തീംസും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള ഹൈ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് കൂടെയാണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു ഹോൾ സെഷന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ സിലബസ് മാപ്പിംഗ് ആണ്. ബ്ലോക്ക് വൈസ് ആയിട്ട് അതിനെ ടോപ്പിക് സബ് ടോപ്പിക് ആക്കി തിരിച്ചിട്ടുണ്ട്. സോ നമ്മൾ യൂണിറ്റ് 1 to 24 വരെ നമ്മളൊന്ന് സിലബസ് മാപ്പിംഗ് ചെയ്യുകയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കോർ തീംസ് അതിനകത്തുണ്ട്. ഏർലി ഹ്യൂമൻ സൊസൈറ്റീസ്, ബ്രോൺസ് ഏജ്, പേർഷ്യ, ഗ്രീസ്, റോം, ലാറ്റിൻ അമേരിക്ക, അങ്ങനെ ഡിഫറെന്റ് കൾച്ചർ. ഇതോടൊപ്പം തന്നെ ഫ്യൂഡലിസം, കൊമേഴ്സ്, സയൻസ്, അങ്ങനെ ഡിഫറെന്റ് ടോപ്പിക്സ് ഉണ്ട്. സോ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള കോർ തീംസ് ആണ് നമ്മൾ കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് എക്സാം പാറ്റേൺ അനാലിസിസ് ആണ്. അതിന്റെ ഫോമാറ്റും അതുപോലെ തന്നെ എങ്ങനെയാണ് മാർക്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. സോ സെക്ഷൻ വൈസ് ആയിട്ട് സ്ട്രക്ചേഴ്സ്, അതുപോലെ തന്നെ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റ്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോങ് ആൻസേഴ്സ്, ഷോർട്ട് നോട്ട്സ്, ഇതൊക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് റെക്കറന്റ് ആയിട്ട് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിന്റെ ഹൈ ഫ്രീക്വൻസി ടു ലോ ഫ്രീക്വൻസിയിലോട്ടേക്ക് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ട് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ടോപ്പിക് പ്രോബബിലിറ്റിയും അതുപോലെ തന്നെ പ്രിഡിക്ഷൻസും ആണ്. നമ്മുടെ ഡിസംബർ TEEയിലോട്ടേക്ക് ഏതൊക്കെ ടോപ്പിക്സ്, ഏതൊക്കെ കോർ തീംസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും, അതിന്റെ ഒരു പ്രിഡിക്ഷൻ കൂടെ ഈ ഒരു അനാലിസിസിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് ദി സെഷൻ എന്ന് പറയുന്നത് മോർ പ്രെഡിക്റ്റീവ് പേപ്പർ ആണ്. ഇഗ്നോയുടെ സെയിം എക്സാം പാറ്റേൺ മിറർ ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണ് നമ്മൾ ഈ ഒരു എൻഡ് ഓഫ് ദ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അതിന്റെ മോഡൽ ആൻസേഴ്സും അതുപോലെ മാർക്കിംഗ് സ്കീമും കൊടുത്തിട്ടുണ്ട്. ആൻസർ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് അവൈലബിൾ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഗോ ചെയ്യുന്നതോടൊപ്പം തന്നെ ആൻസേഴ്സ് ആപ്പിനകത്ത് പോയിട്ട് നിങ്ങൾ അതും ഒന്ന് വായിച്ചു നോക്കാം. സോ ഈ ഒരു ഹോൾ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ ലേണേഴ്സിനെ ഡിസംബർ TEയിലോട്ടേക്ക് പ്രിപ്പയർ ചെയ്യിക്കുക എന്നുള്ളതാണ്. സോ നമുക്ക് ബ്ലോക്ക് വൈസ് ആയിട്ട് ഒരു സിലബസ് മാപ്പിംഗ് നോക്കുകയാണെങ്കിൽ ബ്ലോക്ക് 8 ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബ്ലോക്ക് ആണ്. അതിലെ സ്പെസിഫിക് ആയിട്ട് യൂണിറ്റ് 22ലെ അർബനൈസേഷൻ ആൻഡ് മെറ്റീരിയൽ പീരീഡ് 11 തവണ അത് റെക്കറന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സോ അത് ഹൈ റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 3ല് യൂണിറ്റ് 7 വൈ ആൻഡ് ഹൗ ഡിഡ് ദ മായ സിവിലൈസേഷൻ കൊളാപ്സ്. ഓക്കെ, സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. 8 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആണ്. നെക്സ്റ്റ് മായൻ സിവിലൈസേഷൻ 5 തവണ ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക് മായൻ സിവിലൈസേഷൻ എന്ന ഒരു ടോപ്പിക്കിൽ നിന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ബ്ലോക്ക് 7ല് ഓർഗനൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഗിൽഡ്, മർച്ചന്റ് ഗിൽഡ്. ഓക്കെ, സോ അത് 7 തവണ ചോദിച്ചിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 7ലെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ 5 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ്. ബ്ലോക്ക് 8ലെ urban centers questions of definition 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവൻസ് ആണ്. ബ്ലോക്ക് 8ൽ തന്നെയുള്ള അണ്ടർസ്റ്റാൻഡിംഗ് മെറ്റീരിയൽ ടൗൺസ്, ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം ആസ് വെൽ ട്രേഡ് സ്ട്രക്ചർ ഇൻ ഈസ്റ്റ് ഏഷ്യ. ഓക്കെ, ഇത് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. ഇതൊക്കെ ബ്ലോക്ക് 8ൽ നിന്ന് വന്നിട്ടുള്ളതാണ്. നെക്സ്റ്റ് നമ്മൾ ബ്ലോക്ക് വൈസ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യന്റെ ഒരു അനാലിസിസ് ബാർ ചാർട്ടിൽ കാണിക്കുകയാണെങ്കിൽ നമുക്കതിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ബ്ലോക്ക് 7 ഹൈലി ഇമ്പോർട്ടന്റ്. ഓക്കെ, ഹൈലി റെക്കറന്റ് ആയിട്ട് അതിൽ നിന്ന് റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ബ്ലോക്ക് 4, ബ്ലോക്ക് 6, ബ്ലോക്ക് 8ഉം ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ക്വസ്റ്റ്യന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ട് ഒരു ഹീറ്റ് മാപ്പ് നോക്കുകയാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റും യെല്ലോയിഷ് ടോണില് ബ്ലോക്ക് 7ല് യൂണിറ്റ് 7 ഹൈലി ഇമ്പോർട്ടന്റ് ആണ്.
അതുപോലെ യൂണിറ്റ് 10 ഇമ്പോർട്ടന്റ് ആണ്, യൂണിറ്റ് 17 ഇമ്പോർട്ടന്റ് ആണ്, യൂണിറ്റ് 1 ഇമ്പോർട്ടന്റ് ആണ്, ദെൻ യൂണിറ്റ് 22 ഇമ്പോർട്ടന്റ് ആണ്. സോ ഇതൊരു ഹീറ്റ് മാപ്പ് ആണ്. നമ്മുടെ ഡിഫറെന്റ് ടോപ്പിക്സിന്റെ ഫ്രീക്വൻസി അനുസരിച്ചിട്ടാണ് ഈ ഒരു മാപ്പ് നമ്മൾ റെഡിയാക്കിയിട്ടുള്ളത്. നെക്സ്റ്റ് ഡിഫറെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് അതിന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ യൂണിറ്റ് 1 to 12 വരെ അതിൽ ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് എന്ന് പറയുമ്പോൾ ഡൊമസ്റ്റിക്കേഷനും അഗ്രികൾച്ചറും ആണ്. അതുപോലെ അരിസ്റ്റോക്രസി, പെസൻട്രി കോൺഫ്ലിക്റ്റും, പാത്ത് ടു ഡെമോക്രസി, അതുപോലെ മായൻ സിവിലൈസേഷൻ. നമ്മൾ നേരത്തെ കണ്ടു മായൻ സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് 2 ഡിഫറെന്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എസ്പെഷ്യലി ഇതിന്റെ തീംസും പിന്നെ അതെങ്ങനെ കൊളാപ്സ് ആയി എന്നുള്ളത്. ലോങ് ആൻസേഴ്സ് ആയിട്ടാണ് സാധാരണഗതിയിൽ ചോദിച്ചു വരാറുള്ളത്. സോ അതിന്റെ ഫോമാറ്റ് നമ്മൾ അങ്ങനെ തന്നെ ആൻസർ സ്ട്രക്ചർ ചെയ്യാൻ ശ്രമിക്കണം. നെക്സ്റ്റ് സെക്ഷൻ 2 യൂണിറ്റ് 13 to 24 വരെ ഇതും ഒരു ഹൈ യീൽഡ് ടോപ്പിക്സ് തന്നെയാണ്. ബഞ്ചാറാസും അതുപോലെ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, മെർച്ചന്റ് ഗിൽസ്, പ്രൊട്ടസ്റ്റാന്റിസം, മാർട്ടിൻ ലൂതർ, ഇതൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആവാൻ കാരണം ഡിഫറെന്റ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിന്റെ ഷിഫ്റ്റും അതുപോലെ സൊസൈറ്റിയൽ ലിങ്കേജും ഒക്കെ എക്കണോമിക് ലിങ്കേജും നമുക്ക് കാണാൻ പറ്റും. ഫ്രീക്വന്റ് ആയിട്ട് അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു കോർ തീംസ് ആണിത്. എക്സാം പാറ്റേൺ ക്വസ്റ്റ്യൻ ഫോമാറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ അനലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് ഫോമാറ്റ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ടൈപ്പ് എന്ന് പറയുന്നത് എക്സ്പോസിറ്ററി എസ്സേസ് ആണ്. അത് സാധാരണഗതിയിൽ ചോദിച്ചു വരുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ക്രൈബ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ഓക്കെ, ഒരു 20 മാർക്സിനാണ് നമ്മൾ അത് എക്സ്പെക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ കണ്ടുവന്നിട്ടുള്ളത്. 500 വേർഡ്സ് ആണ് മാക്സിമം ലിമിറ്റ്, വേർഡ് ലിമിറ്റ്. നെക്സ്റ്റ് ടൈപ്പ് അനലിറ്റിക്കൽ ടൈപ്പ് ഓഫ് എസ്സേസ്. ഇതും 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഡിസ്കസ് ചെയ്യുക അല്ലെങ്കിൽ ക്രിറ്റിക്കലി ഇവാലുവേറ്റ് ചെയ്യുക, അനലൈസ് ദ ടോപ്പിക് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ചോദിക്കുക. 500 വേർഡ്സ് തന്നെയാണ് വേർഡ് ലിമിറ്റ്. നെക്സ്റ്റ് ലോങ് എസ്സേസ് ആണ്. ഇൻ ജനറൽ ആയിട്ട് ലോങ് എസ്സേസ് ചോദിക്കാറുണ്ട്. 500 വേർഡ്സ് തന്നെയാണ് 20 മാർക്സിന്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. 2 ക്വസ്റ്റ്യൻസ് വരാം, അതിൽ സബ് ഓപ്ഷൻസും കാണും നമുക്ക്. ടോട്ടൽ 20 മാർക്സ് ആണ്. 250 വേർഡ് ഈച്ച് വെച്ചിട്ടായിരിക്കും എഴുതേണ്ടി വരിക. നെക്സ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഫോമാറ്റിനെ ഒന്ന് ഡീപ്പായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ എന്താണ് എക്സ്പോസിറ്ററി എസ്സേസ് എന്ന് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ ആൻസർ ചെയ്യുമ്പോൾ അതിന്റെ ഒരു ലൈക്ക് ആ ഒരു ടോപ്പിക് എന്താണ് അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം, അതിനെ ആദ്യം ഡിഫൈൻ ചെയ്യണം. നെക്സ്റ്റ് അതിന്റെ കോസ് ആൻഡ് എഫക്ട്. ഓക്കെ, ലൈക്ക് സെന്റൻസ് ആയിട്ട് ഒരു മിഡിൽ നമ്മുടെ ബോഡിക്കകത്ത് അതാണ് വരേണ്ടത്. ഓക്കെ, ദെൻ അതിനൊരു സബ് ഹെഡും എക്സാമ്പിൾസും ഒക്കെ വെച്ചിട്ട് ആ ഒരു ആൻസേഴ്സ് കുറച്ചും കൂടി സ്ട്രക്ചർ ആക്കണം. 20 മാർക്സിന് 500 വേർഡ്സിനായിരിക്കും ദിസ് കൈൻഡ് ഓഫ് എസ്സേസ് സാധാരണഗതിയിൽ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് അനലറ്റിക്കൽ ടൈപ്പ് ഓഫ് എസ്സേസ് ആണ്. ഇതിൽ സാധാരണ 20 മാർക്സിന് 500 വേർഡ്സ് തന്നെയാണ് ചോദിക്കാറ്. ഇത് കുറച്ചും കൂടി ഡിഫറെന്റ് ആണ്. ഇതിൽ നമ്മൾ ലൈക്ക് എന്താണോ ചോദിച്ചിട്ടുള്ളത് അത് ആ ഒരു തീമിനെ ഒന്നും കൂടെ കമ്പയർ ചെയ്ത് അതുപോലെ കുറച്ചുകൂടെ എവിഡൻസ് ഒക്കെ കൊടുത്ത് കൗണ്ടർ പോയിന്റ്സ് കൊടുത്തിട്ട് ആർഗ്യുമെന്റ്സ് ടൈപ്പ് ആയിട്ട് ഒന്ന് ഒരു ക്രിട്ടിക്കൽ ഇവാലുവേഷൻ ഒക്കെ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യിക്കണം. നെക്സ്റ്റ് ലോങ് എസ്സേസ് ആണ്. ഇതിന്റെ സാധാരണ സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ അതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതിന്റെ ഫീച്ചേഴ്സ്, ദെൻ സിഗ്നിഫിക്കൻസ്, അങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ പാർട്ടായിട്ട് നമ്മൾ എഴുതേണ്ടത്. 20 മാർക്സിന് 500 വേർഡ്സിനാണ് ചോദിച്ചു വരുന്നത്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്. 250 വേർഡ്സ് 2 ക്വസ്റ്റ്യൻസ് കാണും, 10 മാർക്സ് ഈച്ച്, അങ്ങനെയാണ് വരാറുള്ളത്. സോ ഇതിൽ നമ്മൾ സാധാരണ കണ്ടുവരുന്ന സം ടോപ്പിക്സ് ഉണ്ട്. ഇപ്പൊ ബഞ്ചാറാസ് അവരുടെ ഒരു റേസും കാര്യങ്ങളൊക്കെ, നെക്സ്റ്റ് ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻസ്, ദാരിയാസ് അവരുടെ റേസും അവരുടെ കൊളാപ്സും കാര്യങ്ങളും. സോ അതിനകത്ത് ഡെഫിനിഷൻ വേണം, അതുപോലെ ഒരു 2 to 3 കീ പോയിന്റ്സും വേണം. പിന്നെ ഇവരുടെയൊക്കെ സിഗ്നിഫിക്കൻസ് എന്തായിരുന്നു, സ്പെഷ്യൽ ഫീച്ചേഴ്സ് കാണുമല്ലോ ഈ സ്പെസിഫിക് ടോപ്പിക്സിന്, അതും കൂടെ ആഡ് ചെയ്യണം നമ്മൾ. നെക്സ്റ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ബ്ലോക്ക് വൈസ് ആയിട്ട് ഫ്രം ജൂൺ 23 തൊട്ട് ജൂൺ 25 വരെ നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ബ്ലോക്ക് 1 ഒരു 46 ആവറേജ് മാർക്സ് നമുക്ക് അതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ടോട്ടൽ ഷെയർ 46 ആണ്. ബ്ലോക്ക് 2 ഒരു 40% ടോട്ടൽ ഷെയർ ഉണ്ട്. ബ്ലോക്ക് 3 22% ആണ് ടോട്ടൽ ഷെയർ കാണിക്കുന്നത്. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ ടോട്ടൽ ഷെയർ ലൈക്ക് എങ്ങനെ കാണിക്കുന്നു ആ ഒരു അനാലിസിസിലോട്ടേക്ക് എത്തിയത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്തിട്ടാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു ടേബിളിൽ കൊടുത്തിട്ടുണ്ട് ജൂൺ 23 തൊട്ട് ജൂൺ 25 വരെയുള്ള റെക്കറന്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ടാണ് ഇങ്ങനൊരു കൺക്ലൂഷനിൽ നമ്മൾ എത്തിയിട്ടുള്ളത്. ബ്ലോക്ക് 4 30% ആണ് ടോട്ടൽ ഷെയർ. ബ്ലോക്ക് 5 14% ആണ്. ബ്ലോക്ക് 6 28% ആണ്. ബ്ലോക്ക് 7 26% ആണ്. ബ്ലോക്ക് 8 26% ആണ്. ഇനി നമ്മൾ ഡിഫറെന്റ് ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ ഒരു വിഷ്വലൈസേഷൻ ട്രെൻഡ് ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഷോർട്ട് നോട്ട്സ് ഒരു ഓറഞ്ച് കളറിൽ, അതുപോലെ ലോങ് എസ്സേസ് യെല്ലോയിഷ് കളറിൽ, ബ്ലൂ കളർ എക്സ്പോസിറ്ററി എസ്സേസും
ഗ്രീൻ കളറിൽ അനലറ്റിക്കൽ എസ്സേസ്. അതിന്റെ ട്രെൻഡ് ഡിഫറെന്റ് ആയിട്ട് 21 ഡിസംബർ തൊട്ട് ജൂൺ 25 വരെ ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. സം ഫ്ലക്ച്വേഷൻസ് അതിൽ കാണാൻ പറ്റും. ചില ഇയേഴ്സിൽ ഭയങ്കര കൂടുതലായിട്ട് സ്പെസിഫിക് ഫോമാറ്റിൽ ചോദിക്കുന്നു, ചില ഇയേഴ്സിൽ അതിന്റെ ട്രെൻഡ് ലൈക്ക് അതിന്റെ ആ ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റിന്റെ റിപ്പീറ്റ് ലൈക്ക് ആ ഒരു റിപ്പീറ്റഡ്നെസ് നേച്ചർ കുറഞ്ഞു വരുന്നതായിട്ടും കാണാം നമുക്ക്. ഓക്കെ, സോ ആ ഒരു പാറ്റേൺ നമ്മൾ 21 ഡിസംബർ തൊട്ട് 25 ജൂൺ വരെ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ എക്സ്പോസിറ്ററി ട്രെൻഡ് എന്ന് പറയുന്നത് കുറച്ച് കൂടിയിട്ടുണ്ട്. 30% 50%ഓളം കൂടിയിട്ടുണ്ട്. സോ അങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒരു തീം നമ്മൾ കാണുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു എക്സ്പോസിറ്ററി എസ്സേക്ക് ഫിറ്റ് ചെയ്യുന്ന ഒരു ടീം ആണെങ്കിൽ അങ്ങനെ തന്നെ ആ ഒരു ആൻസേഴ്സ് എങ്ങനെ എഴുതണോ അതിന് കണ്ടീഷൻ ആയിട്ട് തന്നെ നമ്മൾ സ്ട്രക്ചർ ചെയ്ത് പഠിക്കണം. നെക്സ്റ്റ് അനലറ്റിക്കൽ എസ്സേ ആണ്. അത് 30%-ന് 10%-ലോട്ടേക്ക് ഒരു ഡിഗ്രീസ് ഉണ്ടായിട്ടുണ്ട്, എങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഷോർട്ട് നോട്ട്സ് ആണ്. 20%, 10%ഓളം ഇപ്പൊ നമുക്ക് അറൌണ്ട് ഒരു ടോട്ടൽ ഷെയർ കാണാൻ പറ്റും. നെക്സ്റ്റ് ഇതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും? നമുക്കറിയാം ഈ ഒരു എൻജെ പേപ്പർ എന്ന് പറയുന്നത് 3 അവേഴ്സിന്റെ ഉള്ളിൽ നമ്മൾ എഴുതി തീർക്കണം. 100 മാർക്സ് ആണ് മാക്സിമം സ്കോർ എന്ന് പറയുന്നത്. സോ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക, ഒന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുക. അതിനുശേഷം എക്സ്പോസിറ്ററി എസ്സേസ് ഒരു 56 മിനിറ്റ്സ് എടുക്കുക, അനലറ്റിക്കൽ എസ്സേസിനും ഒരു 56 മിനിറ്റ്സ്, ലോങ് എസ്സേസിന് ഒരു 37 മിനിറ്റ്സ്, ഷോർട്ട് നോട്ട്സിന് ഒരു 30 മിനിറ്റ്സ്. ഓക്കെ, ഇങ്ങനെ എടുത്തിട്ട് ഇതൊന്ന് ജസ്റ്റ് എഴുതി തീർക്കുക. അതാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം അറിയാലോ. ഇതൊരു ഹിസ്റ്റോറിക്കൽ പേപ്പർ ആണ്. അപ്പൊ ഡേറ്റ്സിനും എക്സാമ്പിൾസിനും അതിന് എന്താണ് മാക്സിമം പ്രയോറിറ്റി ഉണ്ട്. ഹിസ്റ്റോറിക്കൽ ക്രൊണോളജിക്കൽ ഓർഡർ നമ്മൾ കുറച്ചും കൂടെ ഇൻക്ലൂഡ് ചെയ്യിക്കുക. അപ്പൊ ആൻസേഴ്സ് കുറച്ചും കൂടെ അട്രാക്റ്റീവ് ആവും. എക്സാമ്പിൾസ്, സ്പെഷ്യൽ ഫീച്ചേഴ്സ് ഇതൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഇനി ബ്ലോക്ക് വൈസ് ആയിട്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് നമ്മളൊന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ ഇൻ മിഡീവൽ യൂറോപ്പ്. ഓക്കെ, മിഡീവൽ യൂറോപ്പിൽ അന്ന് ഉണ്ടായിരുന്ന ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ. ഓക്കെ, അത് 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ഹൈ ഫ്രീക്വന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് റൈറ്റ് നോട്ട് ഓൺ ഡിബേറ്റ് ഓൺ ഫ്യൂഡലിസം, അതുപോലെ തന്നെ സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി, ഇത് രണ്ടും 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഇൻ മിഡീവിയൽ യൂറോപ്പ് ആൻഡ് പ്രൊട്ടസ്റ്റാനിസം, മാർട്ടിൻ ലൂതർ ഗ്രോത്ത് ഓഫ് പ്രൊട്ടസ്റ്റാന്റിസം, ഇത് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. അനലൈസ് ദ ടു ഫേസ് ഓഫ് ഫ്യൂഡലിസം ആൻഡ് അഗ്രേറിയൻ ചേഞ്ച്, അതുപോലെ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ അരിസ്റ്റോക്രസി ആൻഡ് പെസന്ററി ഇൻ ആൻഷ്യന്റ് ഗ്രീസ്, റോൾ ഇൻ ഡെമോക്രസി, social characteristic features of Bronze Age society, how did market and fairs develop as the centers of commercial activities, domestication of plants and animals. So ഇത്രയും പറഞ്ഞിട്ടുള്ള കോർ ടോപ്പിക്സ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ, അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PG നേടാനെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി, PG, MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്കിവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും അതുപോലെ തന്നെ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനലിലേക്ക് ചെല്ലുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ മിഡീവൽ യൂറോപ്പ്, നമ്മൾ റെക്കറന്റ് ആയിട്ട് ഈ ഒരു ടോപ്പിക്സ് ഇപ്പൊ പറഞ്ഞു വന്നു, ഹൈലി ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ബ്ലോക്ക് 7-ലുള്ളതാണ്. യൂണിറ്റ് 19 6 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. ആവറേജ് സ്കോർ 13 ആണ്. നെക്സ്റ്റ് ഫ്യൂഡലിസം റിലേറ്റ് ചെയ്തിട്ട് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 17 ആണ് ആവറേജ് സ്കോർ. ഡെമോഗ്രാഫിക് ചേഞ്ചസ് ഇൻ മിഡീവൽ യൂറോപ്പ് 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 17 ആണ് ഒരു ആവറേജ് അപ്രോക്സിമേറ്റ് സ്കോർ. പ്രൊട്ടസ്റ്റാന്റിസം ഓക്കെ 4 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 15 ആണ് ഒരു സ്കോർ. നെക്സ്റ്റ് അനലൈസ് ദ ടു ഫേസ് ഓഫ് ഫ്യൂഡലിസം ഇൻ യൂറോപ്പ്, ലിസ്റ്റ് ദ മേജർ ചേഞ്ചസ് ഇൻ എക്കോണമി ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ഒരു ആവറേജ് സ്കോർ. നെക്സ്റ്റ് ഡിസ്കസ് ദ നേച്ചർ ഓഫ് കോൺഫ്ലിക്ട് ബിറ്റ്വീൻ അരിസ്റ്റോക്രസി ആൻഡ് പെസന്ററി ഇൻ ആൻഷ്യന്റ് ഗ്രീസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. നെക്സ്റ്റ് ഡിസ്കസ് ദ സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ബ്രോൺസ് ഏജ് സൊസൈറ്റീസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. ഹൗ ഡിഡ് മാർക്കറ്റ്സ് ആൻഡ് ഫെയർസ് ഡെവലപ്പ് ആസ് സെന്റേഴ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്. 20 ആണ് ആവറേജ് സ്കോർ. നെക്സ്റ്റ് ടോപ്പിക് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഈ ഓണത്തേക്കിന്റെ പീരിയഡ് 3 തവണ അപ്പിയർ ചെയ്തിട്ടുണ്ട്.
16.7% ആണ്. ഒരു അപ്രോക്സിമേറ്റ് സ്കോർ എന്ന് പറയും. ഇനി നമ്മൾ ഈ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കോർ തീംസിന്റെ ഒരു ട്രെൻഡ് വിഷ്വലൈസേഷൻ നോക്കുകയാണെങ്കിൽ ഇതിൽ കാണാൻ പറ്റും December 21 തൊട്ട് 25 ജൂൺ വരെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു പെർസെന്റേജ് ഷെയർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹൈലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് ക്രാഫ്റ്റും ടെക്സ്റ്റൈൽ ഗിഫ്റ്റ്സും. 16.2% ആണ് ടോട്ടൽ ഷെയർ. അതുപോലെ നെക്സ്റ്റ് ഫ്യൂഡലിസം, അത് റോം ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ്, പ്രൊട്ടസ്റ്റാന്റിസം 10% ഉണ്ട്. നെക്സ്റ്റ് ഫ്യൂഡലിസം ഫേസും ഗ്രീസ് അരിസ്റ്റോക്രസി, ബ്രോൺസ് സോഷ്യലിസ്റ്റ്, അതുപോലെ അഗ്രികൾച്ചറൽ കോൺസിക്വൻസസ് ഒരു 8% ചോദിച്ചു ടോട്ടൽ ഷെയർ. ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം. ഓക്കെ, സോ റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് റിപ്പീറ്റഡ് തീംസ് കാണുമല്ലോ, അതിനെ നമ്മൾ ഒരു 5 പോയിന്റ് സ്കെലറ്റൻ ഫോർമാറ്റിലോട്ടേക്ക് മാറ്റണം. അതിന്റെ ഡെഫിനേഷൻസ്, ഒരു 2 to 3 കോർ ആർഗ്യുമെന്റ്സ് ആൻഡ് ഫീച്ചേഴ്സ്, അതുപോലെ സിഗ്നിഫിക്കൻസ്, എന്നിട്ട് ഒരു 12 to 13 മിനിറ്റ്സ് കൊണ്ട് അതൊന്ന് എഴുതി തീർക്കുക. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. ഓക്കെ, 10 മാർക്സിനാണെങ്കിൽ ഒരു 6 to 7 മിനിറ്റ്സ് എടുത്തിട്ട് എഴുതി തീർക്കാം. ഈ ബ്ലോക്ക് വൈസ് ആയിട്ട് സം യൂണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ലിങ്ക് കാണാൻ പറ്റും. എക്സാമ്പിൾ ആണ് ഫ്യൂഡലിസം. യൂണിറ്റ് 13ലും 15ലും അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. അതുപോലെ അർബണിസം. ഓക്കെ, അപ്പൊ അതിനൊരു കണക്ഷൻസ് ഉണ്ട് ഇത് തമ്മിൽ, ഫ്യൂഡലിസം അർബണിസം ഒക്കെ തമ്മിലുള്ള ഒരു കണക്ഷൻ, അങ്ങനെ ലിങ്ക് ചെയ്ത് പഠിക്കാം. അതുപോലെ പ്രാക്ടീസ് അറ്റ് ട്വൈസ്, അതാണ് നിർബന്ധമായിട്ടുള്ളത്. അതിന്റെ കണ്ടന്റ് വൈസ് ആയിട്ട് സ്ട്രക്ചർ ചെയ്ത് നമ്മൾ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എക്സാം ഹാളിൽ ഇരിക്കുന്ന ഈ പോയിന്റ്സ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ടോപ്പിക് പ്രോബബിലിറ്റി, അതിനൊരു പ്രൊഡക്ഷൻ അനാലിസിസ്. ബ്ലോക്ക് 2ല് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് കോൺഫ്ലിക്ട് ഓഫ് ലാൻഡഡ് അരിസ്റ്റോക്രസി പെസൻട്രി. പ്രോബബിലിറ്റി 37 അപ്രോക്സിമേറ്റ് പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട്. ലോ കാറ്റഗറി. ബ്ലോക്ക് 3ലെ നൊമാഡിക് എംപയർസ് 37.5 ആണ് ഒരു പ്രോബബിലിറ്റി. ലോ റിലവന്റ് ആണ്. ഫേസ് ഓഫ് ഫ്യൂഡലിസം 37 പോയിന്റ് ആണ്. ലോ റിലവന്റ് ആണ്. നെക്സ്റ്റ് ജനറൽ ഡിബേറ്റ് ഓൺ ദ ഡിക്ലൈൻ, അതുപോലെ ബഞ്ചാലസ് 37.5 ആണ് ഒരു പ്രോബബിലിറ്റി ചാൻസ്. ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് മിഡീവിയൽ ടൗൺസും അഡ്മിനിസ്ട്രേഷൻ, എക്കോണമി ആൻഡ് സൊസൈറ്റീസ് 37.5 പ്രോബബിലിറ്റി ഉണ്ട്. ലോ റിലവന്റ് ആണ്. ബ്ലോക്ക് 2ലെ മെസപ്പൊട്ടോമിയ ആൻഡ് ഇറ്റ്സ് സിറ്റീസ് 25 ചാൻസ് ഉണ്ട്. ലോ റിലവന്റ് ആണ്. നെക്സ്റ്റ് ടോപ്പിക് ആണ് സോഷ്യൽ സ്ട്രക്ചർ ഓഫ് ബ്രൗൺസ് ഏജ് സൊസൈറ്റീസ് 25 ചാൻസ് ഉണ്ട്. ലോ റിലവൻസ് ആണ്. നെക്സ്റ്റ് ബ്ലോക്ക് 2ലെ എക്സ്പാൻഷൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദ പേർഷ്യൻ എംപയർ ഒരു 25 അപ്രോക്സിമേറ്റ് ചാൻസ് ഉണ്ട്. ലോ റിലവന്റ് ആണ്. നെക്സ്റ്റ് മായൻ സിവിലൈസേഷൻ 25 പ്രോബബിലിറ്റി ഉണ്ട്. ലോ റിലവന്റ് ആണ്. ക്രിസ്ത്യാനിറ്റി ഇൻ ലേറ്റ് റോമൻ എംപയർ 25 പ്രോബബിലിറ്റി ഉണ്ട്. റെലവൻസ് ആണ്. സ്പ്രെഡ് ഓഫ് ക്രിസ്ത്യാനിറ്റി 25 പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട്. ലോ റിലവൻസ് ആണ്. അർമേനിയൻ ട്രേഡിംഗ് നെറ്റ്വർക്ക് 25 ചാൻസ് ഉണ്ട്. ലോ റിലവൻസ് ആണ്. Commercial practices, growth of Protestantism, Martin Luther and the birth of Protestantism. Okay, 25 ആണ് ഒരു അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ചാൻസ്. ലോ റിലവൻസ് ആണ് ഈ ഒരു 3 key points. നെക്സ്റ്റ് കോൺസിക്വൻസ് ഓഫ് അഗ്രികൾച്ചർ 12.5 പ്രോബബിലിറ്റി ചാൻസ് ഉണ്ട്. ലോ റിലവൻസ് ആണ്. അഗ്രികൾച്ചർ, the Harapan world, role of trade, various one, transition to democracy as well slavery. 12.5 ആണ് പ്രോബബിലിറ്റി ചാൻസ്. ഈ ഇത്രയും പറഞ്ഞിട്ടുള്ള കീ പോയിന്റ്സ് ലോ റിലവന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. നെക്സ്റ്റ് ഇൻകാസ്, ജുഡീഷ്യൽ സിസ്റ്റം, ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാമിക് സ്റ്റേറ്റ്, ഉമായ്യദ് ഖലീഫത്ത്, ദ ബ്യൂറോക്രസി 12.5 ആണ് അപ്രോക്സിമേറ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ചാൻസ്. ലോ റിലവന്റ് ആയിട്ടുള്ള കീ പോയിന്റ്സ് ആണ്. ചൈനീസ് സൊസൈറ്റി, ഡിബേറ്റ് ഓൺ ഫ്യൂഡലിസം, മാനോസ്, പോർച്ചുഗീസ് ട്രേഡ് ഇൻ ഇന്ത്യൻ ഓഷ്യൻ 12.5 ആണ് പ്രോബബിലിറ്റി ചാൻസ്. ലോ റിലവൻസ് ആണ്. Oceanic trade, European companies and Indian Ocean trade, markets and fairs, organization of production guild 12.5 probability chance ഉണ്ട്. Law relevance ആണ്. Next, advances in astronomy, institutionalization of science, beginning of the experimental method, Catholic founder reformation. Okay, reformation 12.5 probability chance ഉണ്ട്. Law relevant ആയിട്ടുള്ള topics ആണ്. Use of firearms and military tactics, transition to modern world, cultural transformation in science, religion and society, demography change 12.5 chance and law relevance ആണ്. Next, domestication of plants and animals, textile production 15 average അല്ലെങ്കിൽ probability chance ഉണ്ട്. Medium relevance ആണ്. ഇനി കുറച്ചും കൂടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു മീഡിയം ഒരു 40% ചാൻസ് ഉള്ള
സം ടോപ്പിക്സ് ആണ് യൂണിറ്റ് 19 ഉള്ള ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ, അതുപോലെ യൂണിറ്റ് 1 ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്, യൂണിറ്റ് 22 medieval towns, യൂണിറ്റ് 14 ഫേസ് ഓഫ് ഫ്യൂഡലിസം, യൂണിറ്റ് 15 ഡിക്ലൈൻ ഓഫ് ഫ്യൂഡലിസം, യൂണിറ്റ് 5 അരിസ്റ്റോക്രസി പെസൻട്രി, യൂണിറ്റ് 17 ബെൻഷാവാസ്, യൂണിറ്റ് 17 Armenian merchants, as for unit 9 nomadic empires. Next, justification footnotes. Okay, unit 19 textile production 50 chance ഉണ്ട്. 4 തവണ appear ചെയ്തിട്ടുണ്ട് of 8 papers. Unit 1 domestication of plants and animals 50% chance ഉണ്ട്. 4 തവണ appear ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമ്മൾ പ്രയോറിറ്റി ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഹൈ ചാൻസ് ഉള്ളത് ഒരു 70% ചാൻസ് ഉള്ളത് നമ്മൾ 21 to 25 വരെയുള്ള ക്വസ്റ്റ്യൻസ് അനലൈസ് ചെയ്യുകയാണെങ്കിൽ കണ്ടിട്ടുള്ളത് ബ്ലോക്ക് 6 to 8. നെക്സ്റ്റ് മീഡിയം ചാൻസ് ഉള്ളതാണ് 40 to 69%. ടെക്സ്റ്റൈൽ പ്രൊഡക്ഷൻ യൂണിറ്റ് 19 ഒരു 50 വേർഡ്സ് തൊട്ട് 500 വേർഡ്സ് വരെ നമുക്ക് അതിൽ നിന്ന് എക്സ്പെക്റ്റഡ് ആണ്. അതുപോലെ യൂണിറ്റ് 1 ഡൊമസ്റ്റിക്കേഷനും അഗ്രികൾച്ചറും. നെക്സ്റ്റ് 40% ചാൻസ് നോൺ റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഫ്യൂഡലിസം ആണ്, അതുപോലെ ടൗൺ സ്ട്രക്ചർ, ട്രേഡ് കമ്മ്യൂണിറ്റീസ്, റിലീജിയൻ ചേഞ്ചസ് ആണ്. ഇനി നമ്മൾ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അനലൈസ് ചെയ്യാൻ പോകുന്നത്. സോ ഡിസംബർ 2025 നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ടൈപ്പ് കോർ പോയിന്റ്സ് അനലൈസ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഫോമാറ്റ് ആണിത്. ഇതിന്റെ ആൻസർ നമ്മുടെ ലേൺവൈസിന്റെ ആപ്പിനകത്ത് കൊടുത്തിട്ടുണ്ട്. എന്തായാലും അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യണം. ഓക്കെ, സോ 100 മാർക്സ് ആയിരിക്കും മാർക്സിന്റെ ഒരു പേപ്പർ ആണ്. 3 hours കൊണ്ടാണ് എന്റെ പേപ്പർ നമ്മൾ തീർക്കുന്നത്. സോ ജനറൽ ഇൻസ്ട്രക്ഷൻസ് നോക്കുകയാണെങ്കിൽ ആൻസർ എനി 5 questions 500 words ആണ്. attempt at least 2 questions from each section. Okay, and question 5 to 10 എന്ന് പറയുന്നത് ഷോർട്ട് നോട്ട്സ് ആണ്. in each write any 2 short notes 250 words each. Okay, എല്ലാ ക്വസ്റ്റ്യൻസും they all carry equal marks 20 each question ആയിരിക്കും. അതുപോലെ സ്പെസിഫിക് ആയിട്ട് ഇത് പറയുന്നുണ്ട് യൂസ് ക്ലിയർ സബ് ഹെഡിങ്സ് ആൻഡ് റെലവെന്റ് എക്സാമ്പിൾ. ഓക്കെ, നമ്മുടെ സിലബസിൽ നിന്നുള്ള റെലവെന്റ് എക്സാമ്പിൾസും സബ് ഹെഡിങ്സും യൂസ് ചെയ്യണം. സെക്ഷൻ 1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ അനലൈസ് ഹൗ ദ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ട്രാൻസ്ഫോംഡ് സബ്സിസ്റ്റൻസ് സെറ്റിൽമെന്റ് ആൻഡ് സോഷ്യൽ ഡിഫറൻസിയേഷൻ ഇൻ ഏർലി ഹ്യൂമൻ കമ്മ്യൂണിറ്റീസ്. ഓക്കെ, സോ ഒറ്റൊരു പ്ലെയിൻ ക്വസ്റ്റ്യൻ ആയിട്ടല്ല ഇത് വന്നിട്ടുള്ളത്. 20 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ്, ബ്ലോക്ക് 1 നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അതിൽ ആ ഒരു ട്രാൻസ്ഫോർമേഷനും അവരുടെ സെറ്റിൽമെന്റ്സും അതിന്റെ ഒരു സോഷ്യൽ ഡിഫറൻസിയേഷനും ചോദിച്ചിട്ടുണ്ട്. സോ ഡിഫറെന്റ് ആയിട്ട് ഡിഫറെന്റ് ആൻസേഴ്സ് അല്ലെങ്കിൽ സ്ട്രക്ചർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. സെക്കൻഡ് ക്വസ്റ്റ്യൻ എക്സ്പ്ലെയിൻ ഹൗ മെസോപ്പൊട്ടേമിയൻ സിറ്റീസ് ഓർഗനൈസ്ഡ് their production, redistribution and authority. Evaluate their role in the emergence of states. Okay, 20 marks in the question. Third, discuss the aristocracy peasantry concept and assess how it reconfigured political participation and institution in ancient Greece. 20 marks. Fourth question, examine the formation of Christian communities in Roman walls and assesses individual responses across the 3rd to 4th centuries. Block 4 എന്ന ക്വസ്റ്റ്യൻ ആണ്, 20 മാർക്സ് ആണ്. നെക്സ്റ്റ് ഷോർട്ട് നോട്ട്സ് ആണ്, ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്താൽ മതി, 10 ആണ് മാർക്സ് കഴിഞ്ഞു. A part, Darius one and the consolidation of Achaemenid rule. Okay. B part, bureaucracy in imperial China. C, nomadic empires, strategies of power and integration. D part, Mayan civilization on polity, modern life. Section 2, sixth question, compare the two phases of European feudalism and evaluate one major debate on agrarian organization and change. 20 marks. Seventh question, assess how commercial practices including markets, fair and credit, integrated regional economies in the medieval world. 20 marks in the question. Eighth question, critically examine textile production with reference to technology, labor organization, and merchant guild regulation, and show how these shape the urban economies. 20 marks. Ninth, analyze core doctrine of Protestantism and discuss their social and economic effect. Next, short notes ആണ്, ഏതെങ്കിലും രണ്ടെണ്ണം ആൻസർ ചെയ്താൽ മതി. A part ബഞ്ചാറാസും അവരുടെ മൂവ്മെന്റ്സും, B Armenian merchants, C gunpowder and the transformation of warfare, D medieval towns. Okay, so ഇതാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ ആൻസർ ചെയ്യണം. നമ്മുടെ ആപ്പിനകത്തുള്ള ആൻസേഴ്സ് കൂടെ വെച്ചിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് മേക്ക് എവറിത്തിങ് പെർഫെക്റ്റ് എന്നാണ്. സോ എല്ലാവരും നന്നായിട്ട് തന്നെ എക്സാം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. വീട്ടിലിരുന്ന് ഡിഗ്രി PG പഠിക്കാം.
ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻവൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ PG നേടാം. കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക.